നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആനമയിലൊട്ടകം എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ക്യാമറാമാൻ അനീഷ് ബാബു അബ്ബാസാണ് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളോടൊപ്പം. അനീഷിനെ സ്വാഗതം ചെയ്യാം ഷോയിലേക്ക്. കൂടുതൽ വിശേഷങ്ങൾ അനീഷിൽ നിന്ന് കേൾക്കാം. വെൽക്കം ടു ദ ഷോ. ആനമയിലൊട്ടകം എന്ന് പറയുന്ന ഫിലിം ഒരു നല്ല കുഞ്ഞു സിനിമ, അങ്ങനെ പറയാം. അത് 3 കഥകളാണല്ലോ. ഇപ്പം വന്നു നമ്മൾ കണ്ടു. മൂന്ന് കഥകളായിട്ടാണ് അല്ലേ, ഒരു ആന്തോളജി മൂവി. സാധാരണഗതിയിൽ എപ്പോഴും ഒരു 3 കഥകളിൽ ഒരു സിനിമ വരുമ്പോൾ 3 ക്യാമറാമാൻമാരെയും കാണാറുണ്ട്. പക്ഷെ ഇതില് 3 അനീഷ് തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് നേരത്തെ തൊട്ടേ അങ്ങനെയെന്ന് തീരുമാനിച്ചു തന്നെയാണോ? ഇതില് 2 സംവിധായകരുമാണ് അല്ലേ? 2 സംവിധായകരാണ്. ഇതിലെ ആദ്യത്തെ ചിത്രം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അനിൽ സൈൻ ചെയ്തതാണ്, ശരൺ അഭിനയിച്ചിരിക്കുന്നത്. അതിലായിരുന്നു ശരിക്കും ഞാൻ ക്യാമറാമാനായിട്ട് തന്നെ തീരുമാനിച്ചിരുന്നത്, അതിലായിരുന്നു. അതിനുശേഷം ഈ ജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ആണ് രണ്ടാമത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യം കൊണ്ടായിരിക്കാം എന്തോ സെക്കൻഡ് ഫിലിമിലേക്കും എന്നെ ക്യാമറമാനായിട്ട് വിളിക്കുക ചെയ്തത്. പിന്നെ 3ാമത്തെ ചിത്രം ഇവർ 2 പേരും കൂടി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും 2 പേരും കൂടെ ഒരു പടം വർക്ക് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും 3ാം പടത്തിൽ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. എന്തായാലും സഹിച്ചു, എന്നെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടായിരിക്കും 3ാമത്തെ പടത്തിലേക്ക്. അല്ല, ഈ സഹിച്ചു എന്ന് പറയുമ്പോ പിന്നെ അവരുടെ പരിമിതികളൊക്കെ അനീഷ് സഹിച്ചു എന്നതാണ് അനീഷിന്. അല്ല, ശരിക്കും നല്ലപോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് അല്ലേ, ശരിക്കും തന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ സ്കോപ്പിലല്ല നിങ്ങളത് ശരിക്കും വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ല, വളരെ പരിമിതമായ സിറ്റുവേഷൻസ് നമ്മളത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ റോഡ് മൂവി പോലെയാണ്. അതെ, ഒരു ബസ്സിലാണ് ഏകദേശം 50% ബസ്സിൽ തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ പടത്തിൻ്റെ പരിമിതികൾ, മീൻസ് ബാക്കിയുള്ള ഫൈനാൻഷ്യൽ പരിമിതികളൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് കാലത്ത് മുതൽ ലൈറ്റ് പോകുന്നവരെ നമുക്ക് ബസ്സിൻ്റെ അകത്ത്. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റിൻ്റെ വ്യത്യാസങ്ങൾ, അതായത് ഉച്ചക്കാണെങ്കിലും കാലത്താണെങ്കിലും നമ്മൾ ഒരു ടൈം കാണിച്ച് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞൊരു 10-15 ദിവസം കൊണ്ടിട്ട് ചെയ്ത് തീർത്തൊരു പടമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ടിരുന്നു. അത് ഒന്ന് ചെറുതായിട്ട് അതിനെ കുറിച്ച് പറയാൻ തോന്നുന്നു. കാരണം നിങ്ങളിപ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും ശരിക്കും നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല എക്സ്പെൻസീവ് ആവുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ കുറച്ച് ചെറിയൊരു സ്കീമിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിന് വേണ്ടിയിട്ട് ബസ്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ട്രാക്കും ട്രോളിയൊന്നും നമുക്ക് ബസ്സിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാജേഷ് ഗുരുകൃപ എന്ന് പറഞ്ഞിട്ട് ഇത് ടെക്നിക്കൽ നമ്മുടെ ക്യാമറയ്ക്ക് സപ്പോർട്ട് തന്ന ഇതിന് വേണ്ടിയിട്ടൊരു ട്രോളി ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ടോപ്പിൽ ഹാങ് ചെയ്യുന്ന ഒരു ട്രോളി കൂടി ആളുണ്ടാക്കി തന്നു ബസ്സിനകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഷോട്ടുകൾ നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൈറ്റാണെങ്കിലും ഹാങ്ങിങ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പിന്നെ നോക്കുമ്പോഴാണെങ്കിലും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണെങ്കിലും ആണെങ്കിലും മറ്റേ ബാലുവിന്റെ 12/15 ആ 3 പടങ്ങളുടെയും കഥയുടെ ടോൺ തന്നെ ഡിഫറെന്റ് ആണ്. പരിസരങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ശരിക്കും യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് സോഴ്സിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ആ രീതിയിൽ തന്നെ പല വ്യത്യാസം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ആഗ്രഹം ഇവര് 2 ഡയറക്ടേഴ്സ് ചെയ്ത പോലെ തന്നെ 2 ഡയറക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 2 ഡിഫറെന്റ് തീമും 2 ഡിഫറെൻറ്റ് ടോണും ആയിരിക്കും പടത്തിന്. അതായത് ക്യാമറയുടെ എല്ലാം പറഞ്ഞാൽ അല്ലാതെ തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും ഞാനും അങ്ങനെ ഡിഫറെൻ്റ് ആവണം, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നണമെന്നുള്ള രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിന് യൂസ് ചെയ്തൊരു ടോണല്ല ഈക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫുള്ളായിട്ടൊരു നൊസ്റ്റാൾജിക്, ഒരു 80s നടക്കുന്നൊരു സംഭവമായിട്ടാണ്. അതെ, നല്ല ഗ്രീനറി ഉള്ള പറവൂരാണ് ഷൂട്ട് ചെയ്തത്. പറവൂര് എഴുക്കര സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ല ഒരു മഴയുള്ള സമയങ്ങളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ചിത്രം 12/15 എന്നുള്ളത് ഒരു 2 ഓഫീസുകളായിരുന്നു. ഒരു വീടും ഒരു ഓഫീസും ആയിരുന്നു. അപ്പോൾ ഫുൾ ഇൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ അതിലും ഡിഫറെൻ്റ് ആയിട്ട് ഈ മറ്റ് 2 ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ റോഡ് മൂവി എന്ന് പറയുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക്, ഇപ്പോൾ ഈയുടെ കാര്യം പറഞ്ഞാലും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിന്റെ കാര്യം പറഞ്ഞാലും നമുക്ക് നേച്ചറിന്റെ സപ്പോർട്ട് ഉണ്ട്, നമുക്ക് മറ്റ് സോഴ്സുകൾ, നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ എൻഹാൻസ് ചെയ്യാനുള്ള നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റം അവിടെ തന്നെ വരുന്നുണ്ട്. പക്ഷേ 12/15 കാര്യം വരുമ്പോൾ രണ്ടും
എൻക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് ആണ്. അതെ അതെ ഈ ഹോൾ മൂവി പോകുന്നത് അതിലാണ്. അപ്പൊ ശരിക്കും ചലഞ്ചും കൂടുതലാണ് നമ്മളെ ഓഡിയൻസിനെ അതിലേക്ക് ഇരുത്തുക എന്നുള്ളത്. തീർച്ചയായും. അപ്പൊ ആ ഒരു ഇതിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? അതിൽ ഇപ്പോൾ പ്രീ പ്ലാനിങ് ആണ് വേണ്ടി വന്നിട്ടുള്ളൂ. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും ഇരുന്നുള്ളതായതുകൊണ്ട് ഒരേപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ ബാലു ചെയ്ത ക്യാരക്ടർ അയാളുടെ വീട്ടിലിരുന്നിട്ടും മറ്റ് ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സന്തോഷും രമ്യയും റെയ്നയും ചെയ്തിരിക്കുന്നത് ഒരു ഓഫീസിലുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വീടിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അത് വീടാണ്, കാരണം വേറെ റൂമുകളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു സ്ഥലം മാത്രമേ കാണിക്കുള്ളൂ, വീടാണെന്ന് ഫീൽ ചെയ്യാനുള്ളൊരു ലൈറ്റിങ്ങും, മറ്റേത് കൃത്യമായ ഓഫീസിൻ്റെ. ഈവൻ ആ പടത്തിൽ തന്നെ ചെറിയ രീതിയിൽ 2 ടോൺ ആ പടത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 സ്ഥലവും ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷേ ആളുകൾക്ക് എന്താ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് ടോട്ടലി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ പിന്നെ അനീഷിന്റെ അതിലെല്ലാം എഫേർട്ട് തന്നെയാണ്. എന്നാൽ അനീഷിന് ദ ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്തത്, അനീഷിന്റെ ചോയ്സ്, അനീഷിന്റെ ഒരു പിക്ക് ഏതായിരിക്കും അതിൽ നിന്ന്? അങ്ങനെ ചോദിച്ചാ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് ബസ്സിലും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയായിരുന്നു. അത് എത്രത്തോളം ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ പ്രിവ്യൂ കണ്ടതാണ്. ഇനിയിപ്പോൾ അതിനുശേഷം ആളുകൾ കണ്ടിട്ടാണ് അഭിപ്രായം പറയേണ്ടത്. പക്ഷേ ആസ് എ സിനിമോട്ടോഗ്രാഫർ കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിലാണ്. എനിക്ക് പക്ഷെ അങ്ങനെ പറയുമ്പോൾ കൂടി അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഇനിയും നന്നാക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം നമ്മൾ എത്ര ലിമിറ്റഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടും എനിക്ക് ഇത് ഇത്രയെങ്കിലും നന്നായി ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഡയറക്ടേഴ്സും പറഞ്ഞ അനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അനിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആദ്യം നോക്കുന്നത് അതാണ്. അനിൽ ഡയറക്ടർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഫോർ ദി ബെസ്റ്റ് അത്ര തന്നെ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പിക്ക് ചെയ്ത് എടുത്ത് പറയാനില്ല ഇങ്ങനെ ഇന്ന സീൻ എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ ഇല്ല, അങ്ങനെ സീൻ എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച്, അതായത് ട്രോളി പോലത്തെ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. അത് ഒരു ചലഞ്ച് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മൂവിങ് ബസ്സിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മുടെ റോഡ് അറിയാമല്ലോ, അപ്പോൾ അത്രയും സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അത് കാണികൾക്ക് ഇറിറ്റേഷൻ ഇല്ലാതെ ആ സീൻ എടുക്കുക എന്നുള്ളത്, കൊണ്ടുവരിക എന്നുള്ളതൊരു ചലഞ്ച് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൂവി കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സോങ്സ് ഒക്കെ വരുമ്പോഴാണെങ്കിലോ, ഇപ്പം ആയില സോങ് ജയചന്ദ്രൻ സർ പാടിയ പാട്ട് വരുന്നില്ല, അതിപ്പോ ഓൾറെഡി യൂട്യൂബിലൊക്കെ ഹിറ്റായി, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആ സോങ്ങിലേക്കൊക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു ഇങ്ങനെ? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ആയിട്ട് അതേപോലെയുള്ള ഈ പഴയ കാലം ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ സ്നേഹം ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു വരുന്നുണ്ട്. അപ്പൊ ശരിക്കും അതും ഒരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും ഒരു ക്ലീഷേ പോലെ ഫീൽ ചെയ്യരുത്, കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നരുത് എന്നുള്ള, എന്നിട്ടും ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കുറെ ഗ്രാമത്തിൽ കാണുന്ന കുറെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതില് എൻ്റെ വർക്കിനേക്കാൾ കൂടുതൽ എൻ്റെ ഡയറക്ടറിന്റെ മനസ്സിലത് കൃത്യമായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടത്. ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ കുട്ടികൾ തമ്മിലുള്ള ഇതിൽ മഷിപ്പച്ച കൊടുക്കുന്നതും പിന്നെ തല്ലുപിടിക്കുന്ന കോഴിവാലിനോ എന്താണ് അതിന് പറയുന്നത്, അത് വെച്ചിട്ടുള്ള അതെല്ലാം ആളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷ്വൽ ഞാൻ അതേപോലെ എടുത്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്മളുടെ നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന ഒരു ബോട്ടുണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് കറങ്ങുന്ന, അതുപോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ഡയറക്ടർക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയിട്ടുണ്ടാവുന്നത് വിഷ്വലുകൾക്കും. അതിലും ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് എടുക്കുമ്പോഴൊക്കെ ഇതേ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല? ബസ് വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. പച്ചപ്പുണ്ടായിരുന്നു. അതെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പച്ചപ്പുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ 12:15 വരുമ്പോഴേ നമ്മൾ റൂമിന്റെ ലിമിറ്റേഷൻ അതൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ ശരിക്കും ഈ ബാലുവിന്റെ ക്യാരക്ടർ അവന്റെ വീട്ടിലിരുന്ന് അവൻ മാത്രമാണ് ശരിക്കും അവിടെ. അത് കൂടാതെ പക്ഷെ അവന്റെ ഒരു പെറ്റിനെ, ഒരു പഗ്ഗിനെ അവിടെ കാണിക്കണം. അത് ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്, ഒരു ലൈഫ് കൊണ്ടുവരാൻ. അതായത് ഈ കഥ അനിലും ജയിക്കും കൂടി ബാലുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ബാലു ആ ക്യാരക്ടർ കൃത്യമായിട്ട് ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കണം ബാലു പറഞ്ഞൊരു ബാലുവിൻ്റെ ഒരു സജഷനായിരുന്നു. ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സുഖം എന്തെങ്കിലും ഒരു പെറ്റ് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ബാലുവിൻ്റെ ഒരു സജഷനായിരുന്നു ശരിക്കും ആ പെറ്റ് എന്ന് പറയുന്നത്, ആ പഗ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പഗ്ഗിനെ അഭിനയിപ്പിക്കാൻ ബുദ്ധിമുട്ടിയോ?
ഇല്ല, ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ അതും എങ്ങനെ നോക്കിയാലും എല്ലാം കൊണ്ടും നിങ്ങളുടെ എഫേർട്ട് എല്ലാം കൊണ്ടും വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇനി അനീഷിന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കട്ടെ. അനീഷ് എങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിലേക്ക്? ഫസ്റ്റ് മൂവിയാണോ ഇത്? അതായത് റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. ഓക്കെ. ഞാൻ 2001 മാക്ട ചലച്ചിത്ര കളരി നടത്തിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരു 60 മെമ്പേഴ്സ് ഓൾ കേരള സെലക്ട് ചെയ്തിട്ട് ഒരു 1 മന്ത് കോഴ്സായിരുന്നു അത്. അതിൻ്റെ അകത്ത് വലിയ PK നായർ സാറൊക്കെ ആയിരുന്നു എൻ്റെ ഹെഡായിരുന്നു. സണ്ണി ജോസഫ് സാറ്, ജോൺ പോൾ സാർ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ ഞങ്ങൾ 5 സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി സെലക്ട് ചെയ്ത് 5 പേരുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ആരെങ്കിലും ഒരാളുടെ കൂടെ ഞങ്ങൾക്ക് അവസരം തന്നിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും കോഴ്സ് കഴിഞ്ഞിട്ട്. ശരിക്കും ഈ PK നായർ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ആ കരിക്കുലത്തിൻ്റെ സെയിം ഒരു ഷോർട്ടർ വേർഷൻ ആയിരുന്നു അത്. അതായത് കാലത്ത് 7 മണിക്ക് എഴുന്നേറ്റ് സിനിമ കാണുക, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചർച്ച, അങ്ങനെ പോകുന്നൊരു അവിടെ താമസിച്ചുണ്ട്. അന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത് വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിരുന്നു. അതൊരു മഹാഭാഗ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതാ അങ്ങനത്തെ ഒരു സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു അവധിക്കാലത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു അവധിക്കാലം ഇത് ത്രൂ കിട്ടുന്നതാണ്. അപ്പോൾ എന്തോ ആൾ വലിയ കുഴപ്പക്കാരനെല്ലാം തോന്നുന്നുണ്ടായിരിക്കും സാർ 2-3 പടം കൂടെ നിർത്തിയായിരുന്നു. അങ്ങനെ അതിനുശേഷമാണെങ്കിലും പിന്നീട് കിട്ടിയത് സണ്ണി ജോസഫ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. MT സാറിൻ്റെ കൂടെ, അതായത് MT സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു ചെറുപുഞ്ചിരി എന്ന് പറഞ്ഞ ചിത്രത്തിൽ സണ്ണി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതാണ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണുള്ളത്. പിന്നെ അതിനുശേഷം അവസാനം ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് മണിപ്രസാദ് സാറ് ആളുടെ കൂടെ 2-3 പടങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞ മൂവിയാണ് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. അത് റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് കാത്തിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ പടം ചെയ്തതിനു ശേഷം ലോന എന്ന് പറഞ്ഞ ഇന്ദ്രൻ സേട്ടനെ വെച്ചിട്ട് ഇന്ദ്രൻ സേട്ടൻ നായകനായിട്ട് ഷൂട്ട് കഴിഞ്ഞു. അത് ഒരു അക്കാഡമിക് ഒരു അവാർഡ് മൂവിയാണത്, ഫെസ്റ്റിവൽസിന് അയക്കാനുള്ള മൂവിയാണത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത വർക്കുകളുടെ. അപ്പോൾ 2 ഇറങ്ങാനുണ്ട്. ഫസ്റ്റ് എന്തായാലും ആനമേലൊട്ടകം എന്നുള്ള പടമാണ് എൻ്റെ ആസ് എ സിനിമാറ്റോഗ്രാഫർ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് പടം. അതിൻ്റെ ഒരു സന്തോഷം ഉറപ്പായിട്ടും ഉണ്ട്. അനിൽ ജയകൃഷ്ണ ടീമിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അനിലാണ് എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ട്. അതെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പരിചിതരാണോ അതോ? അല്ല, ഒരു സുഹൃത്ത് വഴി പരിചയപ്പെടുന്നതാണ്. ഞാനിപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനൊരു പടം ചെയ്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണത്. അപ്പോൾ അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ കഥയാണ്. കാരണം അതിൻ്റെ മാത്രം ക്യാമറമാനായിട്ടായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അതെ, അപ്പോൾ അതിൻ്റെ കഥയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ശരിക്കും ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈഫുള്ളൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ലൈഫുള്ള, കാരണം അതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ എവിടേക്കോ കണ്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുന്നതും. കാരണം അവരും കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ എവിടെയോ. അതിൽ അതെ ഇപ്പൊ ഈ ഫിലിം കണ്ടിട്ടാണെങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ശരൺ ചെയ്ത ക്യാരക്ടർ കടത്തിൽ മുങ്ങി നിന്നിട്ട് ഒരു കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ തേടി നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ പേരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ പേര്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടറായിട്ട്. പിന്നെ കടാമംഗലം വിനോദേട്ടൻ ചെയ്ത കള്ളൻ്റെ ക്യാരക്ടർ, ആളൊന്നും എന്താ പറയുക കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ പണക്കാരനാവാനോ വേണ്ടിയിട്ട് മോഷ്ടിക്കുന്നതല്ല. അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ശരിക്കും എല്ലാവർക്കും ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും. ആ ആക്ട്രസിന്റെ പേര് ഞാൻ മറന്നു. ആ ചേച്ചി ചെയ്ത മറ്റേ ഒരു അമ്മൂമ്മയും ചെറുമോനും കൂടി ഇരിക്കുന്ന ഒന്നും അവരൊരു ഡയലോഗ് പോലും ആ പടത്തിൽ പറയുന്നില്ല. ഈവൻ അനിൽ ആസ് എ ഡയറക്ടർ അനിലിൻ്റെ ഒരു കാര്യം തോന്നിയത്, ആ ചെറിയ കുട്ടിയുടെ, അതായത് ഈ കൊച്ചുമോൻ്റെ നെറ്റിയിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത്രയും വരെ ഡീറ്റെയിൽഡ് ആയിട്ട് അയാൾ കണ്ടിട്ടാണ് അത്. കഥാപാത്രങ്ങൾ ഓരോരുത്തരെ കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇനി അവരെങ്ങോട്ട് പോകുന്ന വ്യക്തത വളരെ കൂടുതലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇതേപോലെ തന്നെ ഇപ്പൊ മറ്റ് ഫിലിംസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും എല്ലാം ഇങ്ങനെ നേരത്തെ പ്ലാൻഡ് ആണല്ലേ? ഉറപ്പായിട്ടും. അതിൻ്റെ അകത്ത് ഇപ്പോൾ 2ാമത്തെ ചിത്രത്തിൽ നൊസ്റ്റാൾജിക് ജയകൃഷ്ണൻ ചെയ്ത പടത്തിൽ മിഥുൻ മുരളി ചെയ്യുന്ന ക്യാരക്ടർ, അതായത് അതിൻ്റെ അകത്ത് നായകനായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ആ പടം കണ്ടു കഴിയുമ്പോൾ അറിയാം മിഥുൻ മുരളി അല്ലാതൊരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് ആപ്റ്റ് ആവില്ല എന്നുള്ളത്.
അത് അങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് ജയകൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മോൾഡിങ് ആ കുട്ടി വലുതായിട്ട് പിന്നെ ടുവേർഡ്സ് എൻഡിലേക്ക് ആവുമ്പോൾ ആ രീതിയിലാണ് ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മിഥുന്റെ കരിയറിലും അതെ അതെ. അല്ല അതിൻ്റെ അകത്ത് വന്ന് ആ പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വന്നു പോകുന്ന ഓരോ ചെറിയ ക്യാരക്ടേഴ്സും സീമാജി നായർ ചെയ്ത ക്യാരക്ടറാണെങ്കിലും സുർജിത്തേട്ടൻ ചെയ്ത ക്യാരക്ടറാണെങ്കിലും അവരൊക്കെ വളരെ ഷോർട്ട് ടൈമിലാണ് ആ പടത്തിലുള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. പിന്നീട് ഇപ്പൊ ബാലുവിന്റെ മൂവിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അതിലിപ്പോ ഈ പറഞ്ഞ പോലത്തെ ഈ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ്, ആ 15 ചോദ്യങ്ങൾ 15 ഉത്തരങ്ങൾ, അത് വളരെ എന്തായിരിക്കണം എന്നുള്ളത് വളരെ അത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ 2 പടങ്ങൾക്ക് ശേഷമാണ് ശരിക്കും അനിലും ജയകൃഷ്ണനും കൂടി ഒരുമിച്ച പടത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അവർ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കായിരുന്നു. നമ്മുടെ ഐക്യു ലെവൽ ഭയങ്കര കൂടുതലായത് കാരണം ഒരെണ്ണത്തിന് പോലും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. പിന്നീട് അപ്പോൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കും ഇത് നമ്മളുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇതിന് തീർച്ചയായിട്ടും അതിന് കിട്ടിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം ഒരു സ്പിരിറ്റിൽ ഒരു എന്താ പറയുക ഒരു മത്സരം പോലെ എടുത്തിട്ട് ആളുകൾ അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആ സ്ക്രിപ്റ്റിങ്ങിൽ അത്രത്തോളം അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 10-30 ചോദ്യത്തിൽ കൂടുതൽ അവർ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അതെ, അതൊക്കെ ഇനിയിപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിന് ശേഷം പടത്തിന് ശേഷം എല്ലാവരുടെ അടുത്തും ചോദിക്കാമെന്ന് പറയുന്നു. അല്ല എനിക്കറിയില്ലല്ലോ, അവർക്കല്ലേ അറിയുള്ളൂ. എന്തായാലും പടം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വളരെ വർക്ക്ഡ് ഔട്ട് ആയിട്ട് നല്ലൊരു ടീം അതിന്റെ ബാക്കിലുണ്ടെന്നുള്ള ഫീൽ ഉണ്ട് എല്ലാ ഏരിയയിലും. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എഫേർട്ടും കൂടിയാണ് ഈ പടം ഇത്രയും നന്നാവാനായിട്ടുള്ള കാരണം. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട എഡിറ്റേഴ്സ് 2 പേര്, അതായത് 3 പടമാണ് 2 പേരാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹേമന്ത് ഹർഷൻ, അതായത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സും ഈയും ചെയ്തിരിക്കുന്ന ഹേമന്താണ്, ഒരു എഡിറ്ററാണ്. ഇതിഹാസയുടെ എഡിറ്റർ അതെ ജോവിൻ ചെയ്തിട്ടുണ്ട്. 12/15 ചെയ്തിരിക്കുന്ന ജോവിനാണ്. ജോവിൻ്റെ കോൺട്രിബ്യൂഷനും അത്രത്തോളം, കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 2 റൂമിൽ നിന്ന് മാത്രം പറയുന്ന ഒരു കഥ ഒട്ടും നമുക്ക് ബോറടിപ്പിക്കാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജോവിൻ്റെ ഒരു നല്ല എഫേർട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ 3 ഷോർട്ട് മൂവീസാണ്. ഇതിൽ ഒരു പാട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത്ര സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്യണ പടം. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു 3 പാട്ടുകളും അതിൻ്റെ അകത്ത് വന്നു പോകുന്നത് പോലും ഫീൽ ചെയ്യാതെ, അതായത് നമ്മൾ ഒരു പാട്ടിന് വേണ്ടി ഇടുന്നു തോന്നാതെ 3 പേര് 3 ഡിഫറെൻറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. 3ലും ഡിഫറെൻറ്റ് ആണ്. ആദ്യത്തേൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ ചെയ്തിരിക്കുന്നത് ശ്യാം രമേശാണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. പിന്നെ ഈയിൽ ചെയ്തിരിക്കുന്നത് സജിറാം, കങ്കാരു എന്ന് പറഞ്ഞ പടത്തിലൊരു നല്ല ലുല്ലബി ചെയ്തിട്ടുള്ള സജിറാമാണ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ പടത്തിൽ 12/15 രാകേഷ് കേശവൻ. ഇപ്പോൾ അടുത്ത് സ്വർഗത്തേക്കാൾ സുന്ദരം എന്ന പടത്തിൽ നല്ല 3 നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പാട്ടുകളാണെങ്കിലും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡിൽ പറയാവുന്നത് ആർട്ട് ചെയ്തിരിക്കുന്നത് ഡാനി. എല്ലാ ഫീൽഡിലും, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന പിന്നെ സ്ക്രിപ്റ്റ് ഇവർ ഡയറക്ടേഴ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അനിലും സെയിം, അനിൽ ചെയ്ത പടത്തിൻ്റെ അനിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു, ജയകൃഷ്ണൻ ചെയ്തതിൻ്റെ ജയകൃഷ്ണൻ ചെയ്തിരിക്കുന്നു, മറ്റേതും ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യുമ്പോൾ അത് ശരിക്കും ആ സിനിമയുടെ ഒരു പേർത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ആ ഫിലിം അപ്പോൾ അത് ജോസ് അല്ലേ? ഉറപ്പായിട്ടും അതെ. അതിൻ്റെ കാര്യം അത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിമുകൾ വരുന്നൊരു സമയമാണത്, ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിമുകൾ. പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു എഫേർട്ട് കാരണം 3 ചെറിയ ഷോർട്ട് മൂവീസ് ചേർന്നിട്ടൊരു ഫിലിം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ശരി ഞാനിത് 3ഉം ചെയ്യാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന 3 ഡിഫറെൻ്റ് ആളുകൾ, 3 ഇതിൻ്റെ പുറകിൽ 2-4-5 പേരുണ്ട്. ബട്ട് റീംടോൾ ജോസാണ് ഈ ചെയ്തിരിക്കുന്നത്, ഈയുടെ പ്രൊഡ്യൂസർ. പിന്നെ അതിനുശേഷം എൻ്റെ ഡിസ്ട്രിബ്യൂഷനും റീംടോൾ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ 12/15 ചെയ്തിരിക്കുന്നത് സുരേഷ് കുമാർ. എൻ്റെ ആദ്യത്തെ പടം നേരത്തെ പറഞ്ഞ ഔട്ട് ഓഫ് റേഞ്ചിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് 12/15 ചെയ്തിരിക്കുന്നത് സുരേഷ് കുമാർ. പിന്നെ താരിഷ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, താരിഷ്, സിയാദ് അവർ ചേർന്നാണ്
ഇത് ചെയ്തിരിക്കുന്നത്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഈ പടത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും അവർ ഞങ്ങൾ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പരിമിതികൾക്കുള്ളിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങളുടെ എടുത്ത എഫേർട്ട് കറക്റ്റായി തന്നെ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കുറിച്ച് കൂടി പറയും. ഞാൻ എൻ്റെ ഫാദർ അബ്ബാസ് എന്നാണ് ഫാദറിൻ്റെ പേര്, ഉമ്മ മെഹറു, ആലുവയിലാണ്. ഒരു ബ്രദറുണ്ട് ആഷിഖ്, പിന്നെ വൈഫ് ടീച്ചറാണ് ആലുവയിൽ, നസീറ, ആലുവയിൽ ഇസ്ലാമിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ, മൂത്താൾ ആസിം 7th പഠിക്കുന്നു, മോള് ആസിയ 5th പഠിക്കുന്നു. എന്തായാലും ഇപ്പോ പടമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉപ്പയുടെ പേരും ഉപ്പയുടെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ്. കാരണം ഇത്രയും ലിമിറ്റേഷനിൽ നിന്നിട്ട് നിങ്ങൾ തന്നത് ഒരു നല്ല പ്രോഡക്റ്റ് ആണ്. കാരണം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മോശം പ്രോഡക്റ്റുകൾ തന്ന് സഹിച്ചിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകര്. ഇത്രയും ലിമിറ്റഡ് സ്കോപ്പിൽ നിന്നിട്ട് ടാലന്റ് കാണിക്കാൻ അതിനെടുക്കുന്ന എഫേർട്ട്, അത് തീർച്ചയായിട്ടും എന്നും അതിന്റെ റിസൾട്ടുകൾ ഇനി കൂടുതലും നല്ലത് മാത്രമായിരിക്കട്ടെ എന്നുള്ള ആശംസയാണ്. ഒരുപാട് നല്ല പ്രോജക്റ്റിന്റെ ഭാഗമാവാനുള്ള ഭാഗ്യം ഇനി അനീഷിന് ഇനി വീണ്ടും ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും ആലമേൽ ഒട്ടകത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിലും. എന്തായാലും വെള്ളി നക്ഷത്രം പ്രേക്ഷകരോട് നേരിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക്. ഒരു ബ്രഹ്മാണ്ഡ ചിത്രമല്ല ഇത്, പക്ഷേ ആ ലിമിറ്റേഷനിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം കഴിഞ്ഞ് പോരുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു തങ്ങി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും ആ പടം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പടം പോയി കാണണം. ഞങ്ങളുടെ ഈ ചെറിയ എഫേർട്ടിന് നിങ്ങൾ വലുതാക്കി തരണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തായാലും സന്തോഷം അനീഷ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ചെറിയ ചിത്രങ്ങൾ ഒരിക്കലും ഒരു തമാശയല്ല. ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. അത്തരം കഷ്ടപ്പാടുകൾക്കൊടുവിൽ പുറത്തു വന്ന ചിത്രമാണ് ആനമേൽ ഒട്ടകം. നമ്മൾ പ്രേക്ഷകർ വേണം അതിനെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാക്കി മാറ്റാൻ എന്ന ഈ ഒരൊറ്റ വാക്കോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം വെള്ളി നക്ഷത്രങ്ങളിലൂടെ അടുത്ത ആഴ്ച.